കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ നിർണായക നീക്കവുമായി ഇഡി അന്വേഷണത്തിലെ കണ്ടെത്തൽ സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകും. കേസിൽ സിപിഐഎമ്മിന്റെ പങ്ക് അറിയിക്കും. വിവരങ്ങളുമായി വിജിത ചേരുന്നുണ്ട്. വിജിത, വീണ്ടും നിർണായക നീക്കവുമായി ഇഡി എത്തിയിരിക്കുകയാണ്. എന്താണ് ആ നിർണായക നീക്കം? കൂടുതൽ വിവരങ്ങൾ. ആതിര സൂചിപ്പിച്ചതുപോലെ തന്നെ നിർണായക നീക്കവുമായി തന്നെയാണ് ഇഡി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവിക്ക് അന്വേഷണത്തിലെ കണ്ടെത്തൽ സംബന്ധിച്ച് കത്ത് നൽകുമെന്നുള്ളൊരു കാര്യമാണ് ഇഡി അറിയിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഈ ഒരു PMLA നിയമത്തിലെ സെക്ഷൻ 62 പ്രകാരം ഇത്തരത്തിലൊരു നടപടി എടുക്കാമെന്നുള്ള കാര്യമാണ് ഇഡി അറിയിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു ഹർജി ഹൈക്കോടതിയിൽ പരിഗണിച്ചിരുന്നത്. എന്നാൽ അക്കാര്യത്തിൽ ഈ ഒരു ഹർജി പരിഗണിക്കുമ്പോൾ സിംഗിൾ ബെഞ്ച് കടുത്ത അതൃപ്തി അറിയിക്കുകയുണ്ടായിരുന്നു. കാരണം 4 വർഷത്തോളമായിട്ടും ഈ കേസിൽ ഇതുവരെ ഒരു തരത്തിലുള്ള നടപടിയെടുക്കാനും സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇക്കാര്യത്തിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ രേഖാമൂലം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു കേസിന്റെ രേഖകളെല്ലാം തന്നെ ഇഡി എടുത്തുകൊണ്ട് പോയതിനാൽ ഈ ഒരു കേസിന്റെ അന്വേഷണത്തിന്, ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് അത് സാരമായി ബാധിക്കുന്നുണ്ട്. ഈ മെല്ലെപ്പോക്കിനെല്ലാം തന്നെ അത് ഭയങ്കരമായിട്ട് സാരമായി ബാധിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഇക്കാര്യത്തിൽ സർക്കാർ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ 3 മാസം കൂടി സമയം തരണം എന്നുള്ളൊരു കാര്യം കൂടി സർക്കാർ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു നിർദ്ദേശം വച്ചതിനെ തുടർന്ന് തന്നെയാണ് ഇഡി ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായാലും PMLA കോടതിയിൽ അന്തിമ കുറ്റപത്രം സമർപ്പിക്കുന്നതിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ CPIMന്റെ പങ്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു കാര്യത്തെ സംബന്ധിച്ച രേഖകളെല്ലാം തന്നെ ഇഡി കൃത്യമായിട്ട് അറിയിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു വായ്പയെടുത്ത ബാങ്കിന് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കിയ പ്രതികളെ സംബന്ധിച്ച ലിസ്റ്റ് എല്ലാം തന്നെ, അല്ലെങ്കിൽ പ്രതികളെ സംബന്ധിച്ച പ്രതികളുടെ വിവരങ്ങളെല്ലാം തന്നെ ഈ ഒരു കേസിലുണ്ട്. അതെല്ലാം തന്നെ ഇഡി കൈമാറും. അതോടൊപ്പം തന്നെ കേസിലെ അന്തിമ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് പിന്നാലെ തന്നെയായിരിക്കും ഈ നടപടിയെല്ലാം തന്നെ. ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണം 4 വർഷമായി നടക്കുന്ന ഈ ഒരു അന്വേഷണം ഇതുവരെയും എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ക്രൈംബ്രാഞ്ചിന്റെ ഈ ഒരു കേസിൽ ഇപ്പോഴും 13 പ്രതികൾ തന്നെയാണ് നിലനിൽക്കുന്നത്. എന്നാൽ ഇഡി 59 പ്രതികളെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ കുറ്റപത്രത്തിൽ കക്ഷി ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി അതുപോലെ തന്നെ 162 കോടിയുടെ തട്ടിപ്പ് എന്നുള്ളൊരു കാര്യവും ഇഡി കണ്ടെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ കുറ്റപത്രം ഇനി ക്രൈംബ്രാഞ്ചിന് ഉപയോഗിക്കാം എന്നുള്ളൊരു കാര്യം കൂടി ഇഡി വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇഡിയുടെ ഒരു പ്രശ്നം കൊണ്ടാണ്, അല്ലെങ്കിൽ ഇഡി ഈ ഒരു അന്വേഷണത്തിൽ കാലതാമസം വരുത്തിച്ചു, ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് കാലതാമസം വരുത്തിച്ചു എന്നുള്ള ഒരു സർക്കാരിന്റെ ആ ഒരു നിർദ്ദേശത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇഡി ഇത്തരത്തിലൊരു നടപടി എടുത്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം വ്യക്തമാണ്. ആതിര. ശരി വിജിത.